കൊലപാതകം തെളിയിച്ച പൂച്ച. സാധാരണ പോലീസ് നായയുടെ സഹായത്തോടെ കേസ് തെളിയിച്ചതായി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ താരം ഒരു പൂച്ചയാണ്. മറ്റെവിടെയുമല്ല, നമ്മുടെ കേരളത്തിലാണ് സംഭവം. കരിയിലക്കുളങ്ങര, ആലപ്പുഴ, 2008. ആ ദിവസം കരിയിലക്കുളങ്ങരക്കാർ ഉണരുന്നത് നടുക്കുന്ന ഒരു വാർത്ത കേട്ടാണ്. പത്തിയൂർ പാടത്തിക്കുളത്തിൽ ഒരു മൃതദേഹം. കാലുകൾ മുകളിലോട്ടായി പൊങ്ങി വന്ന ആ മൃതദേഹം പോലീസ് സാന്നിധ്യത്തിൽ പുറത്തെടുത്തു. ഒരു സ്ത്രീയുടേതായിരുന്നു ആ ശരീരം. കൊലപാതകമാണെന്ന് വ്യക്തമായിരുന്നു. കാരണം വയറു കീറി ഒരു കല്ല് കൂടി കെട്ടിയാണ് ആ സ്ത്രീയെ കുളത്തിൽ താഴ്ത്തിയിരുന്നത്. മൃതദേഹം പൊങ്ങി വരാതിരിക്കാനുള്ള കൊലപാതകയുടെ മുൻകരുതൽ എന്തായാലും വിഫലമായി. കായംകുളം CI ഹരികൃഷ്ണനായിരുന്നു കേസന്വേഷണത്തിന്റെ ചുമതല. ആ സ്ത്രീയെ നാട്ടുകാർക്ക് ആർക്കും തിരിച്ചറിയാനായില്ല. സമീപ പ്രദേശങ്ങളിലൊന്നും ഇങ്ങനെ ഒരു സ്ത്രീ കാണാതെ പോയതായി കേസൊന്നും നിലവിലുണ്ടായിരുന്നില്ല. മറ്റെവിടെയോ വെച്ച് കൊലപ്പെടുത്തി ആ മൃതദേഹം കുളത്തിലെറിഞ്ഞതാണ് എന്ന് പോലീസിന് മനസ്സിലായി. കുളത്തിന്റെ സമീപത്തെ സർപ്പക്കാവിൽ നിന്ന് വരുന്ന ദുർഗന്ധം പോലീസിനെ അങ്ങോട്ട് ആകർഷിച്ചു. ഭയപ്പെട്ടതുപോലെ മറ്റൊരു മനുഷ്യ ശരീരം അവർക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ അവിടെ ഒരു പൂച്ച ചത്തുകിടപ്പുണ്ടായിരുന്നു. പോലീസ് ടീമിൽ ഉണ്ടായിരുന്ന ചിലരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ആ പൂച്ചയുടെ ശരീരത്തിന്റെ പഴക്കവും സ്ത്രീ ശവശരീരത്തിന്റെ പഴക്കവും ഏകദേശം ഒന്നാണെന്ന് തോന്നി. കൊലപാതകവുമായി പൂച്ചയുടെ ശവത്തിന് എന്തോ ബന്ധമുണ്ടെന്ന് പോലെ കേരള പോലീസ് 2 ശവങ്ങളുടെയും FIR തയ്യാറാക്കി. ഒരു പൂച്ചയുടെ കൊലപാതകത്തിന് പിന്നിൽ എന്തെന്ന് കണ്ടെത്താനുള്ള ആദ്യ FIR. അടുത്തതായി 2 ശരീരങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനിച്ചു. ഫോറൻസിക് സർജൻ സ്ത്രീയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തെങ്കിലും പൂച്ചയുടെ നടപടിക്രമം ചെയ്യാൻ വിസമ്മതിച്ചു. പിന്നെ ഒരു വെറ്റിനറി സർജനാണ് ആ ദൗത്യം നിറവേറ്റിയത്. കേരളത്തിൽ ആദ്യമായി ഒരു പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം അങ്ങനെ നടന്നു. 2 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും തമ്മിലുള്ള അതിശയകരമായ സാമ്യം കേരള പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ പ്രധാനം 2 ശരീരങ്ങൾക്കും ഒരേ പഴക്കം, കഴിച്ച ഭക്ഷണം ഒന്ന്, മരണകാരണം കീടനാശിനിയായ ഫ്യൂരിഡാൻ എന്നിവയായിരുന്നു. ചത്ത പൂച്ചയ്ക്ക് ഒന്നുകിൽ ആ സ്ത്രീയുമായി അല്ലെങ്കിൽ കൊലപാതകയുമായി ബന്ധമുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. പരിചയമുള്ള ആളുകൾക്കൊപ്പം മാത്രമേ പൂച്ച സഞ്ചരിക്കുകയുള്ളൂ എന്ന CI ഹരികൃഷ്ണന്റെ ഊഹവും ഇവിടെ നിർണായകമായി. അടുത്ത നടപടി ഡെഡ് ബോഡി തിരിച്ചറിയുക എന്നതായിരുന്നു. എന്നാൽ ആ സ്ത്രീയെ ആരും തിരിച്ചറിഞ്ഞില്ല. എങ്കിൽ പിന്നെ പൂച്ചയെ ആരെങ്കിലും തിരിച്ചറിയുമോ എന്നായി പോലീസിന്റെ ചിന്ത. അതിനായി പൂച്ചയുടെ ചിത്രങ്ങളുമായി പോലീസ് ഇറങ്ങി. പൂച്ചയുടെ ദിവസങ്ങൾ പഴക്കമുള്ള ശരീരത്തിന്റെ ചിത്രം കാണിച്ചു. അത് തിരിച്ചറിയുന്നതിനായി ശ്രമിക്കുന്ന പോലീസുകാർക്ക് പലരിലും ചിരി ഉണർന്നു. എങ്കിലും ഒരു വീട്ടുകാർ പൂച്ചയെ തിരിച്ചറിയുക തന്നെ ചെയ്തു. അവരുടെ പൂച്ചയെ കാണാതെ പോയ ദിവസവും കൊലപാതകം നടന്നു എന്ന് സംശയിക്കുന്ന ദിവസവും ഏതാണ്ട് യോജിക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടുകാരെ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് കൊലപാതകവുമായി ഒരു ബന്ധവുമില്ലെന്ന് മനസ്സിലായി. പരിസര പ്രദേശങ്ങളിൽ അന്വേഷണം തുടർന്നു. അപ്പോഴാണ് അയൽ വീട്ടുകാർ വാടകയ്ക്ക് താമസിച്ചിരുന്ന ജലാലുദ്ദീൻ എന്നയാൾ സ്ഥലം വിട്ടതായി പോലീസിന് മനസ്സിലായത്. ഫോൺ വഴി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചെങ്കിലും പാത്ര കച്ചവടവുമായി നടന്നിരുന്ന അയാൾ ഓരോരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് തെന്നിമാറി. ഇത് പോലീസിന്റെ സംശയത്തെ ബലപ്പെടുത്തി. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടന്ന ഒരു അന്വേഷണത്തിൽ ഒരു ദിവസം അയാൾ തന്റെ താവളത്തിൽ എത്തിയെന്ന് പോലീസിന് വിവരം ലഭിച്ചു. പിന്നെ അയാളുടെ അറസ്റ്റിന് തടസ്സവും ഉണ്ടായില്ല. വിശദമായ ചോദ്യം ചെയ്യൽ അയാൾ കുറ്റം സമ്മതിച്ചു. പാത്ര കച്ചവടവുമായി കറങ്ങി നടന്ന ജലാലുദ്ദീന്റെ പരിചയക്കാരിയായിരുന്നു ആ സ്ത്രീ. ആ സൗഹൃദം ചൂഷണം ചെയ്ത അയാൾ ആ സ്ത്രീയുടെ പണവും ആഭരണങ്ങളും കൈക്കലാക്കി. അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടർന്നപ്പോൾ അയാൾ ആ സ്ത്രീയെ വകവരുത്താൻ തീരുമാനിച്ചു. സൗഹൃദം നടിച്ച് വീണ്ടും അടുത്തുകൂടിയ ജലാലുദ്ദീൻ ആ സ്ത്രീയെ പത്തിയൂർ പാടത്തെത്തിച്ചു. പക്ഷേ ജലാലുദ്ദീൻ അയൽ വീട്ടിലെ പൂച്ചയും പിന്തുടരുന്നുണ്ടായിരുന്നു. പാടത്തിന്റെ കരയിൽ അയാൾ ഫ്യൂരിഡാൻ കലർത്തിയ ഭക്ഷണം ആ സ്ത്രീക്ക് കൊടുത്തു. ഭക്ഷണം വാങ്ങി കഴിച്ച അവൾ ശബ്ദിച്ചുകൊണ്ട് കുഴഞ്ഞു വീണ് മരിച്ചു. ജലാലുദ്ദീൻ സ്ത്രീയുടെ വയറു കീറി മുറിച്ച് കല്ലും കെട്ടി അടുത്തുള്ള കുളത്തിൽ താഴ്ത്തി. ഇതിനിടയിൽ ബാക്കി വന്ന ഭക്ഷണം അകത്താക്കിയ പൂച്ചയും അവിടെ ചത്ത് വീണ് കിടക്കുന്നത് കൊലപാതകയെ അറിഞ്ഞില്ല. അയാളുടെ വിധി അവിടെ നിർണയിക്കപ്പെട്ടു. 4 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ ജലാലുദ്ദീന് ജീവപര്യന്തം തടവ് നൽകി. താൻ നടത്തിയ കൊലപാതകം വെളിയിലാകാൻ ഒരു പൂച്ച കാരണമാകുമെന്ന് അയാൾ സ്വപ്നത്തെ പോലും കരുതി കാണില്ല. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസിനായി നമ്മുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.